നമ്മുടെ മണി ടാസ്കിനെ കുറിച്ച് ബിഗ് ബാങ് മണി ടാസ്കിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുകയാണ്. നെവിൻ്റെ അടുത്താണ് ആദ്യം ചോദിക്കുന്നത്. അപ്പം നെവിൻ പറയാണ് എല്ലാ വട്ടവും ആരാ പൈസ ഫുൾ എടുത്തുകൊണ്ട് പോകുമെന്നൊരു ആകാംക്ഷയായിരുന്നു. പക്ഷേ ഈ വർഷം എല്ലാവർക്കും ഇൻവോൾവ് ആകാൻ പറ്റി, ഈക്വലി കളിച്ചു, ഒരു ഫുൾ വീക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റി എന്നതാണ്. അപ്പം എനിക്ക് കളിക്കാൻ പറ്റിയില്ല, അത് എൻ്റെ കയ്യിലിരിപ്പുണ്ടല്ലേ ലാലേട്ട എന്നുള്ള രീതിയിൽ നെവിൻ പറയുന്നുണ്ട്. അതിനുശേഷം അനീഷേട്ടൻ്റെ അടുത്ത് പണപ്പെരുമഴയുടെ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ അനീഷേട്ടൻ പറയാണ് അന്ന് മഴയും പെയ്യുന്നുണ്ടായിരുന്നു, ആ സമയത്ത് മഴയിൽ നിന്ന് തന്നെ നമുക്ക് ആ പൈസ ഓടിയെടുക്കണം എന്നായിരുന്നു ടാസ്ക്, എനിക്ക് 2ാം സ്ഥാനം കിട്ടി, നല്ല രസമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നെവിൻ്റെ അടുത്ത് അതിൽ ജോയിൻ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നെവിൻ പൈസ എടുത്തല്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ്. അപ്പം നെവിൻ പറയാണ് അതേ ലാലേട്ട 130 രൂപ എടുത്തു, കാരണം മഴ എല്ലാവർക്കും ഈക്വൽ ആണല്ലേ എന്ന് നെവിൻ ചോദിക്കുമ്പോൾ ലാലേട്ടൻ പറഞ്ഞു അത് നനയാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ല. അതായത് നെവിൻ അത് എടുക്കരുതായിരുന്നു എന്നാണ് ലാലേട്ടൻ പറയുന്നത്. എനിവേ സാബുമാൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും സാബുമാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പിന്നെ കരോട്ടെ കാണിച്ചു അതിൻ്റെ ഇടയ്ക്ക്. അതെന്താണെന്ന് ചോദിക്കുമ്പം നമ്മുടെ നെവിൻ പറയാണ് ഇവനെ നാരദ എന്ന് വിളിച്ച് കളിയാക്കിയതിൻ്റെ ദേഷ്യം ഇവൻ തീർത്തതാണ്. പിന്നെ അതിനെക്കുറിച്ചുള്ള സ്റ്റോറിയൊക്കെ എന്തുകൊണ്ടാണ് നാരദ എന്ന് വിളിക്കാനുള്ള റീസണൊക്കെ പറയുന്നുണ്ട്, അത് നമ്മൾ ഒരുപാട് കേട്ടതാണ്. അതിനുശേഷം അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അക്ബറിന് 25,000 കിട്ടി, 20,000 കിട്ടി, പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ വോട്ട് അടിസ്ഥാനത്തിലായതുകൊണ്ട് അത് കിട്ടിയില്ല, പക്ഷേ അത് 100 ഷെയർ ചെയ്ത് തരും എന്ന് പറയുന്നുണ്ട്. അതേപോലെ അനിമോളും ഷെയർ ചെയ്ത് തരും എന്ന് പറയുന്നുണ്ട്. പിന്നെ കാർ ഗെയിം നല്ലതായിരുന്നു, നമ്മളൊരു പണിപ്പുര ടാസ്ക് പോലെ ചെയ്തു, അത് ഈക്വലി എമൗണ്ട് എന്നിട്ട് നമ്മൾ വീതിച്ചെടുക്കാൻ പ്ലാൻ ചെയ്തു എന്നുള്ള രീതിയിൽ അക്ബർ പിന്നെ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ നെവിൻ എന്തിനാണ് ഈ സ്റ്റോർ റൂമിലിരുന്ന് ചെക്ക് എടുത്തുകൊണ്ട് പോയെന്ന് ചോദിക്കുമ്പം അത് ആവശ്യമില്ലാത്ത തുടരുതെന്ന് അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ലാലേട്ട ഒരു വിഭ്രാന്തി തോന്നി ലാലേട്ട, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഓടിയത് എന്ന് നെവിൻ പറയുന്നുണ്ട്. അങ്ങനെ തോന്നാൻ പാടില്ല എന്ന് ലാലേട്ടനും താക്കീത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഷാനവാസ് പറയുന്നു എനിക്ക് കാറ്റ് മറികടന്ന് നമ്മുടെ ഫാനിനകത്തൂടെ ഒരു കപ്പിൽ മറ്റേ ബോൾ ഇടുന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു, അതാണ് ഷാനവാസിന് ഇഷ്ടപ്പെട്ടെന്ന് ഷാനവാസ് പറയുന്നു. അപ്പം അനുമോളെ വിളിക്കുകയാണ് ലാലേട്ടൻ. എന്ത് പറ്റി അനുമോൾ സങ്കടപ്പെട്ടിരിക്കുന്നത്, ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ലാലേട്ട 1,40,000 എനിക്ക് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ അക്ബർ അത് എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതാണ്, പക്ഷെ അനുമോളോടാണ് ചോദിച്ചത് ലാലേട്ട എത്ര കിട്ടിയെന്ന്, അത് അനുമോൾ പറയണ്ടേ, അത് എല്ലാവർക്കും ഈക്വൽ ആണെന്ന് അപ്പം പറയേണ്ട കാര്യമില്ലല്ലോ. ഉടനെ അക്ബർ അങ്ങനെ പറഞ്ഞപ്പോൾ അനുമോൾ പറഞ്ഞ് എപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അനുമോൾ സമ്മതിച്ചു. അനുമോൾ എന്നിട്ട് പറയാൻ വരുവാണ് ആക്ച്വലി ഇത് എനിക്ക് കിട്ടിയ കാര്യമാണ് ഞാൻ പറയുന്നതെന്ന്, അത് പറയാൻ അക്ബർ സമ്മതിച്ചില്ല. ഉടനെ അനുമോൾ പറയുന്നു ശരിക്കും ഇവിടെ കോൾ അടിച്ചിരിക്കുന്നത് അക്ബറാണ്, അത് സത്യം കേട്ടോ. അക്ബർ കോൾ അടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ ആ ഒരു കാർ ഗെയിമിൽ അനുമോളുടെ എമൗണ്ട് കിട്ടും 50,000 രൂപ, അതേപോലെ നൂറയുടെ 3,50,000 പകുതി കിട്ടും. ഇത്രയും വലിയ എമൗണ്ടാണ് അക്ബറിന് സത്യം പറഞ്ഞാൽ കിട്ടുന്നത്, അപ്പോൾ അതൊരു വലിയ കാര്യമല്ലേ. അപ്പോൾ ലാലേട്ടൻ പറയാണ് ഷെയർ ചെയ്തെടുക്കുന്നതൊക്കെ വലിയ കാര്യമാണ്, അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ലാലേട്ടൻ ഇരുത്താണ്. ഇവിടെ ഓൾറെഡി നമ്മുടെ അനുമോളും അതിലെ നൂറയൊക്കെ സംസാരിച്ചിരുന്നു. അതിനകത്ത് നൂറ് എടുത്ത് പറയുന്നുണ്ട് അക്ബറിന് കൊടുക്കാമെന്ന് പറഞ്ഞത് മണ്ടത്തരായിപ്പോയി, അത് കൊടുക്കണ്ടായിരുന്നു എന്ന്. അത് അക്ബറിനെ കിട്ടിയിരുന്നെങ്കിൽ ഇവർക്ക് വേണം, പക്ഷേ ഇവർക്ക് കിട്ടിയപ്പോൾ അത് കൊടുക്കാനുള്ള മനസ്സില്ല. പക്ഷെ അന്നേരം അനുമോൾ പറയുന്നുണ്ട് കൊടുക്കാമെന്നൊക്കെ. ഇപ്പം അനുമോൾ ഇങ്ങനെ പറഞ്ഞത് എന്താണെന്ന് അറിയത്തില്ല, അതിപ്പോൾ അക്ബർ കിടന്ന് ഓവർ ആക്രാന്തം കാണിക്കുന്നുണ്ടായിരിക്കാം മേ ബി അനുമോൾ അങ്ങനെ പറഞ്ഞത്.